Morning. Today we can start the fifth module, physical data organization. So this module is mainly concerned with the storage of the data and how the data is being accessed, how we can process it and so on. Okay, mainly it is concerning with the storage. അതായത് നമ്മുടെ ഡാറ്റാബേസിലുള്ള ഡാറ്റ എങ്ങനെയാണ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്നത്, അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് കൺസേൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫിസിക്കൽ ഡാറ്റ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് ദ കളക്ഷൻ ഓഫ് ഡാറ്റ മസ്റ്റ് ബി സ്റ്റോർഡ് ഫിസിക്കലി ഓൺ സം കമ്പ്യൂട്ടർ സ്റ്റോറേജ് മീഡിയം. The DBMS software can then retrieve, update and process this data as needed. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഈസ് ബീങ് സ്റ്റോർഡ് ഇൻ എ കമ്പ്യൂട്ടർ സ്റ്റോറേജ് മീഡിയം. ഓക്കെ, നമ്മൾ ഹാർഡ് ഡിസ്കിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ DBMS സോഫ്റ്റ്വെയർ വെച്ചിട്ട്, ഓക്കെ, DBMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വി ക്യാൻ റിട്രീവ് ഇറ്റ്, അപ്ഡേറ്റ് ആൻഡ് വി ക്യാൻ ഓൾസോ പ്രോസസ് ദ ഡാറ്റ. Database application need only a small portion of the data at a time for processing. Whenever a certain portion of data is needed, it must be located on the disk and copied to the main memory for processing. അപ്പോൾ ഡാറ്റാബേസിലെ എല്ലാ ഡാറ്റയും നമുക്ക് ഒരേ സമയത്ത് വേണ്ട, ഒരു പാർട്ട് ഓഫ് ദ ഡാറ്റ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ട സമയത്ത് ആ പാർട്ട് ഓഫ് ദ ഡാറ്റ മാത്രം എടുത്ത് നമുക്ക് മെമ്മറിയിൽ കോപ്പി ചെയ്തിട്ടാണ് നമുക്ക് അത് പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കൊരു വലിയൊരു ടേബിളുണ്ട്. വലിയൊരു ടേബിൾ സേ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇപ്പം സീരിയൽ നമ്പർ, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന ഒരു ടേബിളാണ്. സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന ടേബിൾ, അതിൽ സ്റ്റുഡൻറ്റ് നമ്പർ, സീരിയൽ നമ്പർ, റോൾ നമ്പർ, നെയിം, മാർക്സ്, അഡ്രസ്സ് എക്സെട്ര, ഇങ്ങനെ ഒരുപാട് അട്രിബ്യൂട്ട്സ് ഉള്ള ഒരു ടേബിൾ. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം മതി. ഫോർ എക്സാമ്പിൾ ദ കൺസേൺ സ്റ്റാഫ് ഈസ് റിക്വയറിങ് ദ നെയിം ആൻഡ് ദ മാർക്സ് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഫോർ ദ സീരീസ് എക്സാമിനേഷൻ. അപ്പോൾ ഈ രണ്ടെണ്ണം മതി, ഈ പേരും റോളും മാർക്കും മാത്രം മതി. അപ്പോൾ നമുക്ക് ആ സമയത്ത് അത് റിട്രീവ് ചെയ്യുന്ന സമയത്ത് ഈ ഡീറ്റെയിൽസ് മാത്രം എടുത്ത് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ പ്രൈമറി മെമ്മറി. ഓക്കെ, ഡിസ്കിൽ നിന്ന് എടുത്ത് പ്രൈമറി മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യും. അവിടെ നിന്നാണ് നമ്മളെടുത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീഡ് ഓൺലി സ്മോൾ പോർഷൻ ഓഫ് ദ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ നീഡ് ഓൺലി സ്മോൾ പോർഷൻ ഓഫ് ദ ഡാറ്റാബേസ് അറ്റ് എ ടൈം. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ കുട്ടികളുടെ മാർക്ക് റിട്രീവ് ചെയ്യുമ്പോഴത്തേക്കും ആ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഈസ് റിക്വയറിങ് ഓൺലി ദ സ്മോൾ പോർഷൻ ഓഫ് ദ ഡാറ്റാബേസ്, ദറ്റ് ഈസ് ദ നെയിം ആൻഡ് ദ മാർക്ക്. അത് എന്ത് ചെയ്യുന്നു, അത് ഡിസ്കിൽ പ്രൈമറി ഡിസ്കിൽ കൊണ്ട് ഇടുന്നു, കോപ്പി ചെയ്യുന്നു. ആ ഡിസ്കിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ട് കോപ്പി ചെയ്യുന്നു. അവിടെ നിന്ന് നമുക്ക് അത് പ്രോസസ്സ് ചെയ്യുകയോ ഡിസ്പ്ലേ ചെയ്യുകയോ എന്തുവേണം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, the data stored on the disk is organized as records. Each record contains entities, attributes and their relationship. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഡാറ്റ എപ്പോഴും സ്റ്റോർ ചെയ്തിരിക്കുന്നത് റെക്കോർഡ്സ് ആയിട്ടാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോ റെക്കോർഡ്സിലായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ റോൾ നമ്പർ 1, സീരിയൽ നമ്പർ 1, റോൾ നമ്പർ SL01, പേര് ആദർശ്, മാർക്ക് 55, അഡ്രസ്സ് ട്രിവാൻഡ്രം. ഓക്കെ, സോ ദിസ് ഈസ് ഓൺ റെക്കോർഡ്. ഇത് ഒരു റെക്കോർഡാണ്. ഇതുപോലെ രണ്ടാമത്തെ റെക്കോർഡ് SL03, ആദി 58, കൊല്ലം. ദിസ് ഈസ് അനദർ റെക്കോർഡ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഫസ്റ്റ് റെക്കോർഡ്, റെക്കോർഡ് 1, ദിസ് ഈസ് റെക്കോർഡ് 2. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. സോ ഡാറ്റ ഈ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് റെക്കോർഡ്സ്. ഈച്ച് റെക്കോർഡ് കണ്ടെയ്ൻസ്, ഓരോ റെക്കോർഡിനകത്ത് എന്തുണ്ടാവും, എൻറ്റിറ്റീസ് ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട് ആൻഡ് ദ റിലേഷൻഷിപ്പ് ഉണ്ട്.
ഓക്കെ, നമ്മുടെ ടേബിൾ ഫോം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ദർ ആർ മെനി ഫയൽ ഓർഗനൈസേഷൻ വിച്ച് ഡിറ്റർമൈൻ ദ ഫയൽ റെക്കോർഡ്സ് ആർ ഫിസിക്കലി പ്ലേസ്ഡ് ഓൺ ദ ഡിസ്ക് ആൻഡ് ദ റെക്കോർഡ്സ് ക്യാൻ ബി ആക്സസ്ഡ്. നമുക്കിതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നതാണ് ഒരുപാട് ഫയൽ ഓർഗനൈസേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഹൗ ദ ഫയൽ ക്യാൻ ബി സ്റ്റോർഡ്, ഓക്കെ, ഹൗ ദീസ് റെക്കോർഡ്സ് ക്യാൻ ബി ആക്സസ്ഡ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ദിസ് ഈസ് ദ ആക്ച്വലി ദ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് ദ ദിസ് മൊഡ്യൂൾ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ്, എന്താണ് ജസ്റ്റ് ഹൗ ദ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഓൺ ദ ഡിസ്ക്, ഹൗ വി ക്യാൻ ആക്സസ് ഇറ്റ് ആൻഡ് പ്രോസസ് ഇറ്റ് ആൻഡ് സോ ഓൺ. ഓക്കെ, അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിന് പഠിക്കുന്നത്. അടുത്തത് ഫസ്റ്റ് ടോപ്പിക് ഈസ് ഇൻഡെക്സ് സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നതാണ് ഇൻഡെക്സ് സ്ട്രക്ചർ. സോ വാട്ട് യു മീൻ ബൈ ഇൻഡെക്സ് സ്ട്രക്ചർ എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഇൻഡെക്സ് സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ നമുക്കൊരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക, നമുക്കൊരു സെറ്റ് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഇത് ഞാൻ ഒന്നുകൂടെ പറയാം. സീരിയൽ നമ്പർ, നെയിം, മാർക്സ്, ഇത്രയും സ്റ്റോർ ചെയ്യുന്ന ഒരു ഫയൽ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. 1 2 3 1 2 3 4 5 6 7 8 9, ഓക്കെ, സോ ഓൺ, ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇത് ഡിസ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഈ ഫയൽ ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സേ ഇറ്റ് ഈസ് ഹാവിങ് 1000 റെക്കോർഡ്സ് ഉണ്ടെന്ന് ഇരിക്കുക. ഓക്കെ, 1000 റെക്കോർഡ്സ് ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഇത് ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ഡയറക്റ്റായിട്ട് ഈ ഫയലിൽ കയറി ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഡിസ്ക് ഓരോ ബ്ലോക്കായിട്ടാണ് ഇതിനകത്ത് ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ റോൾ നമ്പർ 1 to 3 എന്ന് പറയുന്നത് ഒരു ബ്ലോക്കായിരിക്കും, ഇത് ഒരു ബ്ലോക്കായിരിക്കും, ബ്ലോക്ക് 1. ഇപ്പോൾ 4 5 6 എന്ന് പറയുന്നത് വേറൊരു ബ്ലോക്കായിരിക്കും, 7 8 9 എന്ന് പറയുന്നത് വേറൊരു ബ്ലോക്കാണ്. ഇത് ഓരോ ഡിസ്കിൻ്റെ ഓരോ ബ്ലോക്കിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ആക്സസ് ദീസ് ഡാറ്റ വെരി ക്വിക്ക്ലി, ടൈം എടുക്കും. സോ വാട്ട് വി ഡു ഈസ് വി വിൽ ക്രിയേറ്റ് എ സെപ്പറേറ്റ് ഓൾട്ടർനേറ്റ് ഫയൽ. സെപ്പറേറ്റ് ഒരു ഓൾട്ടർനേറ്റ് ഫയൽ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഇത് ആക്സസ് ചെയ്യാൻ ശ്രമിക്കും. അതിനകത്ത് 2 ആട്രിബ്യൂട്ട്സാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട്, ഓക്കെ, ഈ ടേബിളിൽ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട്, സേ നമ്മളിവിടെ സീരിയൽ നമ്പർ കൊടുക്കുന്നു, സീരിയൽ നമ്പർ. ഓക്കെ, എന്നിട്ട് ഈ ബ്ലോക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു അഡ്രസ്സ് കൊടുക്കും, അത് നമ്മൾ ബ്ലോക്ക് പോയിൻ്റർ എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിവിടെ ഞാൻ 1 എന്ന് കൊടുത്തു, സീരിയൽ നമ്പർ 1. ഓക്കെ, അടുത്ത 4, അടുത്ത 7. അപ്പോൾ 1 എന്നുള്ള സെർച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ആക്ച്വലി പോയിൻറ്റിങ് ടു ബ്ലോക്ക് 1. 4 കൊടുക്കുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് പോയിൻറ്റിങ് ടു ബ്ലോക്ക് 2. 7 കൊടുക്കുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് പോയിൻറ്റിങ് ടു ബ്ലോക്ക് 3. ഈ രീതിയിൽ പോവും. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മളൊരു ടോപ്പിക്ക് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും, ടോപ്പിക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് വി ആർ ഗോയിങ് ടു വാട്ട് ആൻഡ് ഇൻഡെക്സ് ഫയൽ. ക്ലിയർ? ആ ഇൻഡെക്സ് ഫയലിൽ നമ്മൾ ആ ടോപ്പിക്ക് എടുത്തിട്ട് ടോപ്പിക്കിൻ്റെ ആ ഒരു പേജ് നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ മെയിൻ കണ്ടൻറ്റിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് ദിസ് ഈസ് നോൺ ആസ് ആൻ ഇൻഡെക്സ് ഫയൽ. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ആൻ ഇൻഡെക്സ് ഫയൽ. ഇൻഡെക്സ് ഫയൽ is known as an index file. So index file. Clear? അപ്പോൾ ഇതാണ് ഒരു ഇൻഡെക്സ് ഫയൽ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താണെന്നുള്ള ടെക്സ്റ്റിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് വായിക്കാം. സോ ഇൻഡെക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡെക്സ് സ്ട്രക്ചർ ഈസ് എൻ അഡീഷണൽ ഫയൽ ഓൺ ദ ഡിസ്ക്. That provide alternate way to access the record without affecting the physical placement of the records in the primary data file on the disk. Okay, so this is an alternate. നമ്മൾ പറഞ്ഞ പോലെ is an additional file. ഇത് ഇൻഡെക്സ് ഫയലാണ്. It is an additional file on the disk that is providing an alternate way to access the records in the main file. This is the main file. ഇതാണ് മെയിൻ ഫയൽ, നമ്മുടെ മെയിൻ ഫയലാണ്. ഓക്കെ, മെയിൻ ഫയലാണ്. അപ്പോൾ ഇൻഡെക്സ് സ്ട്രക്ചർ ഈസ് ആൻ അഡീഷണൽ ഫയൽ ദാറ്റ് ഈസ് യൂസ് ടു ആക്സസ് പ്രൊവൈഡ് ആൻ ഓൾട്ടർനേറ്റ് വേ ടു ആക്സസ് ദ റെക്കോർഡ്സ് ഇൻ ദ മെയിൻ ഫയൽ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഫിസിക്കൽ പ്ലേസ്മെൻറ്റ് ഓഫ് ദ റെക്കോർഡ്സ് ഇൻ ദ പ്രൈമറി ഡാറ്റ ഫയൽ. ഓക്കെ, അതായത് ഈ പ്രൈമറി ഡാറ്റ ഫയലിൻ്റെ റെക്കോർഡിൻ്റെ പ്ലേസ്മെൻറ്റിനെ ഒട്ടും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഡെക്സ് ഫയൽ. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഇൻഡെക്സ് നോക്കി ടോപ്പിക്ക് കണ്ടുപിടിക്കുന്ന കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആ ഇൻഡെക്സിനകത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇൻഡെക്സിനകത്ത് എന്താ ഉണ്ടാവും? ആ ടോപ്പിക് ഉണ്ടാവും, പിന്നെ ഒരു പേജ് നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ പേജ് നമ്പർ എന്ന് പറയുന്നതാണ് അതിൻ്റെ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ബ്ലോക്കായിട്ടാണ് ഈ ഫയലിൻ്റെ ഡാറ്റയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഡാറ്റയെ നമ്മൾ ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സിനെ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക് പോയിൻ്റർ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ആക്സസ് ടു ദ റെക്കോർഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻഡെക്സിങ് ഫീൽഡ് ദാറ്റ് ഈസ് യൂസ് ടു കൺസ്ട്രക്ട് ദ ഇൻഡെക്സ്. ഈ ആക്സസിങ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ്? ഇൻഡെക്സിങ് ഫീൽഡ് വെച്ചിട്ടാണ്, അല്ലേ? ഈ ഇൻഡെക്സ് സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മളിത് ഇത് ആക്സസ് ചെയ്യുന്നത്, ഈ ഫയൽസ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. എനി ഫീൽഡ് ഓർ ആട്രിബ്യൂട്ട് ഇൻ ദ ടേബിൾ ക്യാൻ ബി യൂസ് ടു ക്രിയേറ്റ് ആൻ ഇൻഡെക്സ്. അതായത് ഏതെങ്കിലും ഒരു ഫീൽഡ്, മെയിൻ ഫയലിലുള്ള ഏതെങ്കിലും ഒരു ഫീൽഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ഫീൽഡ്? മെയിൻ ഫയലിനകത്തുള്ള സീരിയൽ നമ്പർ ഈസ് ആക്ച്വലി ടേക്കൺ ആസ് ദ ഇൻഡെക്സ് ഫയൽ. ഓക്കെ, ഇതിന് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്ന ആട്രിബ്യൂട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ആങ്കർ ആട്രിബ്യൂട്ട് എന്ന് പറയും. ഓക്കെ, ആങ്കർ ആട്രിബ്യൂട്ട് നമ്മളിനി അത് പഠിക്കും. സോ ദിസ് ഈസ് ദ ആങ്കർ ആട്രിബ്യൂട്ട് ഇൻ ദിസ് ഇൻഡെക്സ് ഫയൽ. അതാണ് പറയുന്നത്, എനി ഫീൽഡ് ഓർ ആട്രിബ്യൂട്ട് ഓഫ് ദ ടേബിൾ ക്യാൻ ബി യൂസ് ടു ക്രിയേറ്റ് ആൻ ഇൻഡെക്സ്. ഓക്കെ, ഇവിടെ നമ്മൾ സീരിയൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെറൈറ്റി ഓഫ് ഇൻഡെക്സ് സ്ട്രക്ചേഴ്സ് ആർ അവൈലബിൾ ആർ പോസിബിൾ. ഈച്ച് ഓഫ് ദം യൂസസ് പർട്ടിക്കുലർ ഡാറ്റ സ്ട്രക്ചർ ടു സ്പീഡ് ഓഫ് ദ സെർച്ച്. അതായത് നമുക്ക് പല വെറൈറ്റി ഓഫ് ഇൻഡെക്സ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. വി ഹാവ് ടു ലേൺ ദാറ്റ്. And each index structure is using a separate data structure for searching the documents or searching the data. Okay, നമുക്ക് ഇവിടെ നോക്കുക. ഇവിടെ നമുക്ക് ഈ റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഈസ് ഇറ്റ് സോർട്ടഡ് ഓർ അൺസോർട്ടഡ്? ഇറ്റ് ഈസ് ആക്ച്വലി സോർട്ടഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സോർട്ടഡ് ആയിട്ടുള്ളതിന് വി വിൽ യൂസ് എ സെപ്പറേറ്റ് ഡാറ്റ സ്ട്രക്ചർ ടു സെർച്ച് എ പർട്ടിക്കുലർ റെക്കോർഡ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് 2 എന്ന് പറയുന്ന ഒരു റെക്കോർഡ് നമുക്ക് വേണം. 2 റോൾ നമ്പർ, സീരിയൽ നമ്പർ 2 എന്ന് പറയുന്ന ഒരു റെക്കോർഡ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇതിനകത്ത് പോകുന്നു. ഇതിന് നോക്കുമ്പോഴത്തേക്കും 1 കഴിഞ്ഞാൽ പിന്നെ 4 ആണ്. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവും ഈ 1 to 3 ഇതിനകത്താണ് ഉള്ളത്, ഈ ബ്ലോക്ക് 1-നകത്താണ് ഉള്ളത്. അപ്പോൾ അത് ഏത് പോയിൻ്റാണെന്ന് നോക്കും, അതിൻ്റെ അഡ്രസ്സ് നോക്കും, നേരെ അങ്ങോട്ട് പോകും. എന്നിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് നേരെ 2ലേക്ക് ചാടും. ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഹിയർ. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള സെർച്ചസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പല രീതിയിലുള്ള സെർച്ചിങ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പർട്ടിക്കുലർ റെക്കോർഡിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഓക്കെ, അതാണ് ഈ പറയുന്നത്. എ വെറൈറ്റി ഓഫ് ഇൻഡെക്സ് ആർ പോസിബിൾ. ഈച്ച് ഓഫ് ദം, നമുക്ക് പലതരത്തിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഇൻഡെക്സിങ് സ്ട്രക്ചേഴ്സ് ആർ പോസിബിൾ that we are going to learn, and each of them use a particular data structure to speed up the search. ഓരോന്നിനും ഒരു പർട്ടിക്കുലർ ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടായിരിക്കും അത് നമ്മൾ ആ റെക്കോർഡിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ബൈനറി സെർച്ച് പഠിച്ചിട്ടുണ്ട്, ലീനിയർ സെർച്ച് പഠിച്ചിട്ടുണ്ട് ഡാറ്റ സ്ട്രക്ചറിൽ. അപ്പോൾ അതുപോലത്തെ ഓരോ സെർച്ചിങ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ആ റെക്കോർഡിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത് ബൈനറി സെർച്ചാണ്. ഷോർട്ടഡ് ലിസ്റ്റ് ആണെങ്കിൽ ബൈനറി സെർച്ച് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മളിനി പഠിക്കും. This is the introduction part of the index structure.
അപ്പോൾ hope you all know what is an index. Okay, it is an additional file. ഓക്കെ, ഇപ്പോൾ പറയേണ്ടതാണ്, ഇപ്പോൾ എപ്പോഴും ഓർക്കേണ്ടതാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഇൻഡെക്സ് പോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ഇൻഡെക്സ് എന്ന് പറയുന്നത് അഡീഷണൽ ഡോക്യുമെൻ്റ് അല്ലേ. അപ്പോൾ പറയേണ്ടത് ഇൻഡെക്സ് സ്ട്രക്ചർ ഈസ് ആൻ അഡീഷണൽ ഫയൽ. ഇൻഡെക്സ് സ്ട്രക്ചർ ഈസ് ആൻ അഡീഷണൽ ഫയൽ that provide an alternate way to access the record. Okay, without affecting the main file, without affecting the placement of the record in the main disk file. ഇവിടുത്തെ ഈ ഫയലിന് ഒരു പ്രശ്നവും കൂടാതെ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡീഷണൽ ഫയലാണ് ഇൻഡെക്സ് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഇൻഡെക്സിനെ പറ്റി ഓർത്താൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്. വെൻ എ റെക്കോർഡ് ഈസ് സെർച്ച് the pointer points to one or more disk block. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് in the data file where the records are located. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു ഒരു റെക്കോർഡ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം വി ആർ സെർച്ചിങ് ഫോർ സീരിയൽ നമ്പർ 4. ഓക്കെ, ദാറ്റ് 4 ഈസ് ആക്ച്വലി ലിങ്ക്ഡ് ടു എ അഡ്രസ് ഓഫ് ദ ബ്ലോക്ക് വെയർ ദിസ് 4 ഈസ് ലൊക്കേറ്റഡ്. അപ്പോൾ 4 അടങ്ങിയിരിക്കുന്ന ആ ബ്ലോക്കിലേക്കുള്ള അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മളതിനെ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ റെഫറൻസ് വഴി ആ 4 എവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ അതിനകത്തോട്ട് നമ്മൾ പോയിൻ്റ് ചെയ്യും. അതാണ് പറയുന്നത്. the pointer points to one or more disk block. Okay, this is the pointer. ഈ പോയിൻ്ററിനെ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക് പോയിൻ്റർ. Okay, the pointer points to one or more data file where the required records are located. നമുക്ക് വേണ്ട റെക്കോർഡ്സ് ലൊക്കേറ്റ് ചെയ്യുന്ന ആ റെക്കോർഡിലേക്ക് നമ്മൾ പോയിൻ്റ് ചെയ്യും യൂസിങ് എ പോയിൻ്റർ. ദാറ്റ് പോയിൻ്റർ ഈസ് നോൺ ആസ് ബ്ലോക്ക് പോയിൻ്റർ. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഇൻഡെക്സസ്. സോ വി ഹാവ് ടു ലേൺ ഇതെല്ലാം നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, ദേ ആർ ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സസ്. ഫസ്റ്റ് വൺ, സിംഗിൾ ലെവൽ ഇൻഡെക്സസ്, പ്രൈമറി ഇൻഡെക്സ്. സിംഗിൾ ലെവൽ ഇൻഡെക്സസ് അതിൽ 3 കാറ്റഗറിയാണ്: പ്രൈമറി ഇൻഡെക്സ്, ക്ലസ്റ്ററിങ് ആൻഡ് സെക്കൻഡറി. അടുത്തത് മൾട്ടി ലെവൽ ഇൻഡെക്സ് ഉണ്ട്, പിന്നെ ഡൈനാമിക് മൾട്ടി ലെവൽ ഇൻഡെക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പം ഈ സിംഗിൾ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒറ്റ ഇൻഡെക്സ് സ്ട്രക്ചേഴ്സേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ നമ്മൾ ഇൻഡെക്സ് ഫയൽ കണ്ടു. അപ്പോൾ ഇൻഡെക്സ് ഫയൽ എന്ന് പറയുന്നത് ആക്ച്വലി മെയിൻ ഫയലിനെക്കാട്ടി ചെറുതായിരിക്കും. എന്തിനാണ് ഇൻഡെക്സ് വെച്ചിരിക്കുന്നത്? എന്താണ്? ഫോർ ഈസി ആക്സസിങ് ഓഫ് ദ റെക്കോർഡ്സ്. ഓക്കെ, അപ്പോൾ ചില കേസിൽ നമുക്ക് ലക്ഷക്കണക്കിന് റെക്കോർഡ് വരുന്ന കേസസിൽ ഈ ഇൻഡെക്സ് ഫയൽ ഭയങ്കരമായിട്ട് അങ്ങ് വലുതാവും. ഓക്കെ, ഇൻഡെക്സ് ഫയലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും, അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഓക്കെ, ഇൻഡെക്സ് ഫയൽ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പോൾ അത് ഇൻഡെക്സ് ഫയലാണെന്ന് നമുക്ക് പിന്നെ പറയാൻ പറ്റില്ല, കാരണം അത്ര സൈസാവും. ഓക്കെ, ആ ഇൻഡെക്സ് ഫയൽ സെർച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വലിയ tedious ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇൻഡെക്സ് ഫയൽ പോയിൻ്റ് ചെയ്ത വേറൊരു ഇൻഡെക്സ് ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ഇൻഡെക്സ് ഫയലും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഈ മൾട്ടി ലെവൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മളിനി പഠിക്കും. ഓക്കെ, അപ്പം ആദ്യം സിംഗിൾ ലെവൽ, ഒറ്റ ലെവലേ ഉള്ളൂ. ഓക്കെ, ഈ ഇൻഡെക്സിനെ പോയിൻ്റ് ചെയ്യുന്ന വേറൊരു സബ് ഇൻഡെക്സ് ഫയലുണ്ട്, അതാണ് മൾട്ടി ലെവൽ. അത് മൾട്ടി ലെവലായിട്ട് അങ്ങനെ പോകും. ഓക്കെ, ദെൻ ഡൈനാമിക് മൾട്ടി ലെവൽ ഇൻഡെക്സ് ബി ട്രീ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളിനി പഠിക്കും. ഫസ്റ്റ് വി ക്യാൻ സീ ദ സിംഗിൾ ലെവൽ ഓർഡേർഡ് ഇൻഡെക്സസ്. ഫസ്റ്റ് പ്രൈമറി ഇൻഡെക്സ് ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്ലൈഡ് ഓർഡേർഡ് ഫയൽ റെക്കോർഡ്. അപ്പം പ്രൈമറി ഇൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രൈമറി ഇൻഡെക്സിൻ്റെ കോൺസെപ്റ്റാണ് നമ്മൾ നേരത്തെ ഇപ്പം ശരിക്കും പറഞ്ഞത്. ഇറ്റ് അപ്ലൈഡ് ഓൺ ഓർഡേർഡ് ഫയൽ. ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു പ്രൈമറി ഇൻഡെക്സ് എന്ന് പറയുന്നത്. പ്രൈമറി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെയിൻ ഫയൽ മസ്റ്റ് ബി സോർട്ടഡ്. ഈ മെയിൻ ഫയൽ എന്ന് പറയുന്നത് സോർട്ടഡ് ആയിരിക്കണം. ക്ലിയർ? അപ്പോൾ ഇതിൽ അൺസോർട്ടഡ് ഫയലിൽ അപ്ലൈ ചെയ്യുന്ന കോൺസെപ്റ്റ് അല്ല പ്രൈമറി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മെയിൻ ഫയൽ മസ്റ്റ് ബി സോർട്ടഡ്. ഇനി ഞാൻ നേരത്തെ ഇൻഡെക്സിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതായത് ദ ആട്രിബ്യൂട്ട് ഇൻ ദ മെയിൻ ഫയൽ ഈസ് യൂസ് ടു ക്രിയേറ്റ് ദ ഇൻഡെക്സ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന
ആ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് മസ്റ്റ് ബി എ പ്രൈമറി കീ. സോ ദിസ് മസ്റ്റ് ബി എ പ്രൈമറി കീ. ഇതൊരു പ്രൈമറി കീ ആയിരിക്കണം. ഈ പ്രൈമറി കീ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്താണ്? ദ ലിസ്റ്റ് മസ്റ്റ് ബി, ദ ഫയൽ മസ്റ്റ് ബി സോർട്ടഡ് and the attribute that is used to create the index file must be a primary key in the main file or the data file. ക്ലിയർ? ഇനി നമ്മൾ അപ്പോൾ ഈ പ്രൈമറി കീ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ആങ്കർ ആട്രിബ്യൂട്ട്. ഓക്കെ, ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ആങ്കർ ആട്രിബ്യൂട്ട്. ആങ്കർ ആട്രിബ്യൂട്ട്. ഓക്കെ, നമ്മളിനി അത് പഠിക്കും. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് ഇറ്റ് ഇസ് അപ്ലൈഡ് ഓൺ ഓർഡേർഡ് ഫയൽ ഓഫ് റെക്കോർഡ്സ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഞാൻ അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ് ഈസ് അപ്ലൈഡ് ഓൺ ഓർഡേർഡ് ഫയൽ ഓഫ് റെക്കോർഡ്സ്. ഓർഡേർഡ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് മസ്റ്റ് ബി സോർട്ടഡ്. ദിസ് മെയിൻ ഫയൽ മസ്റ്റ് ബി സോർട്ടഡ്. ദ പ്രൈമറി ഇൻഡെക്സ് കൺസിസ്റ്റ് ഓഫ് 2 ഫീൽഡ്. 2 ഫീൽഡാണുള്ളത്. ഫസ്റ്റ് ഫീൽഡിനകത്ത് എന്താണുള്ളത്? The primary key of the data file, also called anchor record. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 2 ഫീൽഡേ ഉണ്ടാകത്തുള്ളൂ. ഒരു ഇൻഡെക്സ് ഫയലിനകത്ത് 2 ഫീൽഡേ ഉണ്ടാവുള്ളൂ. ഒരു പ്രൈമറി കീ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡും പിന്നെ അതിൻ്റെ പോയിൻ്ററും. ഓക്കെ, അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ആങ്കർ ഫീൽഡ്. ഓക്കെ, ANCHOR, ആങ്കർ ഫീൽഡ്, ആങ്കർ റെക്കോർഡ് എന്ന് പറയാം. ദ സെക്കൻഡ് ഫീൽഡ് ഈസ് ദ പോയിൻ്റർ ടു ദ ഡിസ്ക് ബ്ലോക്ക്. രണ്ടാമത്തെ എന്താണ്? ഈ പോയിൻ്റർ ടു ദ ഡിസ്ക് ബ്ലോക്ക്. നമ്മൾ ആ ഡിസ്ക് ബ്ലോക്കിലേക്കുള്ള പോയിൻ്റർ, അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക് പോയിൻ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സംഭവത്തിന് നമ്മൾ വിളിക്കുന്ന പേര് ആങ്കർ റെക്കോർഡും ഇത് ബ്ലോക്ക് പോയിൻ്ററുമാണ്. ഓക്കെ, ഇനി one index entry in the index file for each block in the one index entry in the index file for each block in the data file. അതായത് ഓരോ ബ്ലോക്കിനും ഓരോ എൻട്രിയാണ് ഇൻഡെക്സ് ഫയലിനകത്തുള്ളത്. ഇവിടെ നോക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെയിൻ ഫയലിനെ നമ്മൾ പല പല ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് ബ്ലോക്ക്, സെക്കൻഡ് ബ്ലോക്ക്, തേർഡ് ബ്ലോക്ക്. ഓക്കെ, ഓരോ ബ്ലോക്കിനും ഓരോ പോയിൻ്ററാണ്. അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് ഫയലിൽ സീരിയൽ നമ്പർ 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ബ്ലോക്ക് 1. അപ്പോൾ ബ്ലോക്ക് 1-നകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ബ്ലോക്ക് 1-നകത്ത് വരുന്ന എല്ലാ സാധനത്തിനും സെപ്പറേറ്റ് ഇൻഡെക്സ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല. ഒരു ബ്ലോക്ക് ഫയലിന് ഒരു ഇൻഡെക്സ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അപ്പോൾ 2 എങ്ങനെ ആക്സസ് ചെയ്യും? 2 ആക്സസ് ചെയ്യണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുക, 1, 2, അടുത്ത ഇനി 4 ഉള്ളൂ. ഓക്കെ, 1 കഴിഞ്ഞാൽ 4 ഉള്ളൂ, 2, 3 ഇല്ല. ഓക്കെ, സോ അത് കോമൺ സെൻസ് ആണ്. അതായത് 1 എന്ന് പറയുന്നത്, അതായത് 2 എന്ന് പറയുന്ന സാധനം ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ ദ ഫസ്റ്റ് ബ്ലോക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ അങ്ങോട്ട് പോവും, 1 എന്ന് നമ്മൾ നേരെ 2-ലോട്ട് ചാടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഇൻഡെക്സ് ഫയലിനകത്ത് നമ്മുടെ സീരിയൽ നമ്പർ ആയിരിക്കും നമ്മുടെ ആങ്കർ റെക്കോർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സീരിയൽ നമ്പർ, എല്ലാ സീരിയൽ നമ്പറും അതിനകത്ത് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതായത് അത്യാവശ്യം വേണ്ട ബ്ലോക്കിലുള്ള ആദ്യത്തെ വാല്യൂസ് മാത്രമേ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. ബ്ലോക്കിലുള്ള ഫസ്റ്റ് വാല്യൂ, ഇവിടെ ബ്ലോക്ക് 1-നകത്തുള്ള ഫസ്റ്റ് വാല്യൂ എന്താണ്? 1. ബ്ലോക്ക് 2-നകത്തുള്ള ഫസ്റ്റ് വാല്യൂ എന്താണ്? 4. ബ്ലോക്ക് 3-കകത്തുള്ള ഫസ്റ്റ് വാല്യൂ എന്താണ്? 7. ഓക്കെ, അപ്പോൾ ഇത് മാത്രമേ ഇതിനകത്ത് സ്റ്റോർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ടൈപ്പ് ഇൻഡെക്സ് ഫയലിനെ നമ്മൾ വേറൊരു പേരും വിളിക്കും. ഈ ടൈപ്പ് ഓഫ് ഇൻഡെക്സ് ഫയൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പാർസ് ഇൻഡെക്സ്. സ്പാർസ് ഇൻഡെക്സ് ഫയൽ. സ്പാർസ് ഇൻഡെക്സ് ഫയലിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇൻഡെക്സ് ഫയൽ ഡസ് നോട്ട് കണ്ടെയ്ൻ ഓൾ ദ കീ ആട്രിബ്യൂട്ട് ഇൻ ദ മെയിൻ ഫയൽ. ഇറ്റ് ഈസ് ഹാവിങ് ഓൺലി എ സർട്ടൺ വാല്യൂസ് ആട്രിബ്യൂട്ട്സ് മാത്രമേ സർട്ടൺ വാല്യൂസ് ഇൻ ദ ആട്രിബ്യൂട്ട്സ് മാത്രമേ അതിനകത്തുണ്ടാവത്തുള്ളൂ. ദാറ്റ് ഈസ് നോൺ ആസ് സ്പാർസ് ഇൻഡെക്സ്. ഓക്കെ, പിന്നെ വേറെ ഒന്നുണ്ട്, ഡെൻസ് ഇൻഡെക്സ് എന്നും പറഞ്ഞുണ്ട്. ഡെൻസ് ഇൻഡെക്സ്
ഡെൻസ് ഇൻഡെക്സ് അത് നമ്മളിനി പഠിക്കും. ഡെൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ വാല്യൂസും ആങ്കർ ആട്രിബ്യൂട്ടിനകത്തുണ്ടാവും. അതായത് സീരിയൽ നമ്പർ 1, 2, 3, 4, 5 up to 9 കംപ്ലീറ്റ് ഇതിനകത്തുണ്ടാവും. ദാറ്റ് ഈസ് നോൺ ആസ് ഡെൻസ് ഇൻഡെക്സ്. സോ സ്പാഴ്സ് ഇൻഡെക്സിനകത്ത് എല്ലാ വാല്യൂസും ഉണ്ടാവില്ല, ഓൺലി സർട്ടൺ വാല്യൂസ് മാത്രമേ എടുക്കത്തുള്ളൂ. അതിൽ ഏത് വാല്യൂസ് എടുത്തിരിക്കുന്നത് ആ ബ്ലോക്കിനകത്തുള്ള ഫസ്റ്റ് വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. ബ്ലോക്കിനകത്തുള്ള ഫസ്റ്റ് വാല്യൂ. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്താണ്? ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞ് മസ്റ്റ് ബി സോർട്ടഡ്. ദ മെയിൻ ഫയൽ മസ്റ്റ് ബി സോർട്ടഡ്. ഓക്കെ, അതിന്ന് നമ്മൾ ഏത് ആട്രിബ്യൂട്ടാണോ നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് മസ്റ്റ് ബി എ പ്രൈമറി കീ ഓഫ് ദിസ് മെയിൻ ഫയൽ. ഓക്കെ, so such attribute in the index file is known as anchor record. Okay, and there is a pointer. That pointer is pointing to the block of the disk. Okay, ആ പോയിന്ററിനെ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക് പോയിന്റർ. ബ്ലോക്ക് പോയിന്റർ is known as block pointer. Clear? ആങ്കർ റെക്കോർഡും ബ്ലോക്ക് പോയിന്റർ. This is anchor record and this is block pointer. This is anchor record and this is block pointer. Block pointer is pointing to the particular block where the record is stored. നമ്മൾ ഈ ഓരോ ട്യൂപ്പിളിനെയും ഓരോ റോസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്കോർഡ്സ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. മെയിൻ ഫയലിനകത്ത് പല പല റെക്കോർഡ്സ് ഉണ്ടാവും. ആ റെക്കോർഡെല്ലാം കൂടെ ഒരുമിച്ചല്ല വെച്ചിരിക്കുന്നത്. അതിനെ വീണ്ടും ഡിസ്ക് എന്ത് ചെയ്യുന്നു, പല പല ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ആദ്യത്തെ 3 റെക്കോർഡ് ഒറ്റ ബ്ലോക്ക്, അടുത്ത 3 അടുത്ത ബ്ലോക്ക്, ഓക്കെ, അടുത്ത 3 അടുത്ത ബ്ലോക്ക്, ആ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡെക്സ് വെച്ച് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഇൻഡെക്സ് എൻട്രി ഇൻ ദ ഇൻഡെക്സ് ഫയൽ ഫോർ ഈച്ച് ബ്ലോക്ക് ഇൻ ദ ഡാറ്റ ഫയൽ. ഇപ്പോൾ ഓരോ ബ്ലോക്കിനും നമ്മൾ ഇൻഡെക്സ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കോമൺ ചോദ്യം ചോദിക്കുകയാണ്. ഐ എം ആസ്കിങ്, സോ ഹൗ മെനി എൻട്രീസ് വിൽ ബി ദെയർ ഇൻ ദ ഇൻഡെക്സ് ഫയൽ? അതായത് ഓരോ ബ്ലോക്കിന് വേണ്ടിയിട്ടും ഓരോ റെക്കോർഡാണ് ഇൻഡെക്സ് ഫയലിനകത്ത്. അപ്പം ഇൻഡെക്സിൽ എത്ര ഇതുണ്ടാവും, എത്ര റെക്കോർഡ്സ് ഉണ്ടാവും ഇൻഡെക്സിനകത്ത്? സിമ്പിൾ, എത്ര ബ്ലോക്ക് ഉണ്ടോ അത്രയും എൻട്രി ഇതിനകത്തുണ്ടാവും. ഇപ്പോൾ ഇവിടെ എത്ര ബ്ലോക്ക് ഉണ്ട്? ബ്ലോക്ക് 1, 2, 3 3 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ 3 ബ്ലോക്കിന് 3 എൻട്രി. ഓക്കെ, സോ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ ഇൻഡെക്സ് ഫയൽ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ദ മെയിൻ ഫയൽ. ക്ലിയർ? സോ ടോട്ടൽ നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദ ഇൻഡെക്സ് ഫയൽ മസ്റ്റ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഡിസ്ക് ബ്ലോക്സ് ഇൻ ദ ഓർഡേർഡ് ഡാറ്റ ഫയൽ. ഓർഡേർഡ് ഡാറ്റ ഫയലിനകത്തുള്ള എത്ര ബ്ലോക്സ് ഉണ്ടോ അത്രയായിരിക്കും ഏതിൻ്റെ എൻട്രി? ഇൻഡെക്സിനകത്തുള്ള എൻട്രി. ക്ലിയർ? ഇനി വേറൊരു കോൺസെപ്റ്റ്, അതായത് നമ്മൾ ഈ ഇൻഡെക്സിനകത്തുള്ള റെക്കോർഡ്സിനെയും ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് 2 ഒരു ബ്ലോക്കായിരിക്കാം, ചിലപ്പോൾ അടുത്ത വരുന്നത് വേറെ ബ്ലോക്കായിരിക്കാം. ഇതിനെയും ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഡാറ്റ ഇൻ ദ ഇൻഡെക്സ് ഈസ് ഓൾസോ ഡിവൈഡ് ഇൻ ടു ബ്ലോക്സ്. അതിനെയും ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ റിവ്യൂ ചെയ്യാം. അപ്പോൾ പ്രൈമറി ഇൻഡെക്സിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് പറയേണ്ടത് മെയിൻ ഫയൽ മസ്റ്റ് ബി ഇൻ ഓർഡേർഡ്. അത് ഓർഡേർഡ് ആയിരിക്കണം. നെക്സ്റ്റ്, ദ ഇൻഡെക്സ് ഫയൽ കൺസിസ്റ്റ് ഓഫ് 2 ഫീൽഡ്സ്. അതായത് ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി കീ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് മെയിൻ ഫയലിൻ്റെ പ്രൈമറി കീ ആയിരിക്കും. സെക്കൻഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പോയിൻ്റർ. സെക്കൻഡ് ഫീൽഡ് എന്ന് പറയുന്നത് പോയിൻ്റർ ടു ദ ഡിസ്ക് ബ്ലോക്കാണ്. ആ ഡിസ്ക് ബ്ലോക്കിലേക്ക് പോയിൻ്റ് ചെയ്ത സംഭവം അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക് പോയിൻ്റർ. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിസ്ക് ബ്ലോക്സ് ഇൻ ദ ഓർഡേർഡ് ഫയൽ. ഇൻഡെക്സിനകത്തുള്ള എൻട്രിയുടെ കണക്കെന്ന് പറയുന്നത് എത്ര ബ്ലോക്ക് ഉണ്ടോ, മെയിൻ ഫയൽ എത്ര ബ്ലോക്ക് ഉണ്ടോ അതാണ്. ക്ലിയർ?
അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച ഫിഗർ എന്ന് പറയുന്നത് ഒരു ബേസിക് ഫിഗറാണ്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ളത് ഈ ഒരു ഫിഗറാണ്. ഓക്കെ, ടെക്സ്റ്റിനകത്ത് ഈ ഒരു ഫിഗറാണ്. അതിലൊന്നുമില്ല. ഇതിൽ നമ്മളിപ്പോൾ സീരിയൽ നമ്പർ ഇവിടെ പ്രൈമറി കീ എന്നുള്ള സംഭവം, പ്രൈമറി കീ എന്നുള്ളത് പേരാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ പ്രൈമറി കീ പേര് ആണ് നമ്മളിവിടുത്തെ ആങ്കർ റെക്കോർഡായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നേരത്തെ പോലെ ബ്ലോക്ക് പോയിൻ്ററുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ ബ്ലോക്കിനകത്തുള്ള എല്ലാ വാല്യൂസും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ബ്ലോക്കിൻ്റെ ഫസ്റ്റ് വാല്യൂ മാത്രമേ ഈ ആങ്കർ ആട്രിബ്യൂട്ടിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പേരുണ്ട്, നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ആറോൺ ഈദ് എന്നും പറഞ്ഞ ഒരു ഫസ്റ്റ് പേര് ഇതാണ് ആ ബ്ലോക്കിനകത്തുള്ള. ഓക്കെ, അപ്പോൾ ആ ബ്ലോക്കിനകത്തുള്ള ഫസ്റ്റ് പേര് നമ്മൾ ഈ ആങ്കർ ആട്രിബ്യൂട്ടിനകത്ത് എൻ്റർ ചെയ്തു. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് രണ്ടാമത്തെ ബ്ലോക്കിനകത്തുള്ള ഫസ്റ്റ് പേര് ആഡം ജോൺ, അടുത്ത അലക്സാണ്ടർ ഈഡ്, അലൻ, ട്രോയ്, അങ്ങനെ എൻട്രി ചെയ്ത് പോയിരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നുണ്ടോ? സോ ഇതും ബ്ലോക്കാണ്. ഓക്കെ, മെയിൻ ഫയലിനെ ബ്ലോക്കാക്കി എടുത്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ദ ഇൻഡെക്സ് ഫയൽ ഈസ് ഓൾസോ ഡിവൈഡ് ഇൻടു ബ്ലോക്സ്, വേരിയസ് ബ്ലോക്സ്. ഇത്രയും ഒരു ബ്ലോക്ക്, ഇത്രയും വേറൊരു ബ്ലോക്ക്, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് പ്രൈമറി ഇൻഡെക്സ്. ഒന്നുമില്ല, മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ഫയൽ മസ്റ്റ് ബി സോർട്ടഡ്. ദ ആട്രിബ്യൂട്ട് ദാറ്റ് ഈസ് ടേക്കൺ ആസ് ദ ആങ്കർ ആട്രിബ്യൂട്ട് or the attribute that is used to create the index must be the primary key of the main file. ഈ മെയിൻ ഫയലിൻ്റെ പ്രൈമറി കീ ആയിരിക്കണം ഇതിനകത്തുള്ള ഇൻഡെക്സിനകത്തുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ആങ്കർ റെക്കോർഡ്. ദിസ് ഈസ് ദ ബ്ലോക്ക് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഈച്ച് റെക്കോർഡ് ഇൻ ദ ഇൻഡെക്സ് ഫയൽ ഈസ് പോയിൻറ്റിങ് ടു എ പർട്ടിക്കുലർ ബ്ലോക്ക്. ഈ ഇൻഡെക്സിനകത്ത് എത്ര എൻട്രി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ദ മെയിൻ ഫയൽ. മെയിൻ ഫയലിൽ എത്ര ബ്ലോക്സ് ഉണ്ടോ അത്രയും ബ്ലോക്സ് ആയിരിക്കും, അത്രയും എൻട്രിയാണ് എവിടെ വരുന്നത്, ഇൻഡെക്സ് ഫയലിനകത്ത് വരുന്നത്. ക്ലിയർ? സോ ദിസ് ഈസ് ദ മെയിൻ കോൺസെപ്റ്റ് ഓഫ് ദ പ്രൈമറി ഇൻഡെക്സ്. ഓക്കെ, now we can discuss a problem related to